നമസ്കാരം. ചരിത്രത്തിൻ്റെ ഏടുകളിൽ ധീരത കൊണ്ടും വിജ്ഞാനം കൊണ്ടും അടയാളപ്പെടുത്തപ്പെട്ട ഏറനാടൻ മണ്ണിലെ വിപ്ലവ സ്മരണകൾ തുടിക്കുന്ന എടവണ്ണയിൽ അറിവിൻ്റെ പുതുവസന്തം തീർക്കുകയാണ് 50-ാം വർഷത്തിൻ്റെ തിളക്കത്തിൽ നമ്മുടെ വിദ്യാലയം. അറിവിൻ്റെ ലോകത്തേക്ക് പുത്തൻ പ്രകാശവുമായി മുന്നേറുന്ന IOLPS എടവണ്ണയുടെ ഈ അധ്യയന വർഷം അക്കാദമിക കലാ കായിക മികവിൻ്റെ ഉജ്ജ്വല അധ്യായമാണ് സമ്മാനിച്ചത്. നവോത്ഥാന പ്രവർത്തനങ്ങളുടെ സിരാകേന്ദ്രമായി തിളങ്ങുന്ന ലജ്നത്തുൽ ഇസ്ലാഹിൻ്റെ തണലിലാണ് നമ്മുടെ വിദ്യാലയം അറിവിൻ്റെ വെളിച്ചം പരത്തുന്നത്. IOLP സ്കൂൾ ഇന്ന് അതിൻ്റെ അഭിമാനകരമായ 50-ാം വാർഷികത്തിൻ്റെ നിറവിലാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടിനോടടുക്കുന്ന ഈ ജ്ഞാനയാത്രയിൽ 2025-26 അധ്യയന വർഷത്തെ വികസന നേട്ടങ്ങളുടെയും വിജയഗാഥയുടെയും വാർഷിക റിപ്പോർട്ട് സ്നേഹാദരങ്ങളോടെ പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു. സ്കൂൾ മാനേജർ ശ്രീ മുഹമ്മദ് റഷീദ് കല്ലിങ്ങൽ, പ്രസിഡന്റ് ശ്രീ O ഖാലിദ് ഹാജി, സെക്രട്ടറി ശ്രീ എഗരത്ത് അബ്ദുസമ്മദ് എന്നിവരടങ്ങുന്ന മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കരുത്തുറ്റതും സുതാര്യവുമായ നേതൃത്വത്തിലാണ് ഈ വിദ്യാലയം പ്രവർത്തിച്ചു വരുന്നത്. കേവലം പാഠപുസ്തകങ്ങൾക്കപ്പുറം കുരുന്നുകളുടെ സർവ്വതോന്മുഖമായ പുരോഗതി ലക്ഷ്യമാക്കി ഭൗതിക സാഹചര്യങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിൽ മാനേജ്മെന്റ് എന്നും അതീവ ജാഗ്രതയാണ് കാണിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിവര സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഹൈടെക് കമ്പ്യൂട്ടർ ലാബ്, മുഴുവൻ ക്ലാസ് മുറികളിലും പ്രൊജക്ടർ സംവിധാനം, സുരക്ഷിതമായ സ്കൂൾ വാഹനങ്ങൾ, അധ്യാപകരുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനുള്ള വൈവിധ്യമാർന്ന ശില്പശാലകൾ, പാഠ്യേതര വിഷയങ്ങളിലെ പ്രോത്സാഹനം എന്നിവയെല്ലാം മാനേജ്മെന്റിന്റെ സജീവ ഇടപെടലിലൂടെ കൃത്യസമയത്ത് ലഭ്യമാകുന്നു. ബഹുമാനപ്പെട്ട മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വിദ്യാലയത്തിൻ്റെ കരുത്തായ PTA കമ്മിറ്റിയും ഈ വർഷം അഭിമാനാർഹമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. PTA പ്രസിഡന്റ് ശ്രീ V നിസാമുദ്ദീൻ, വൈസ് പ്രസിഡന്റ് ശ്രീ PP ഷിഹാബ് എന്നിവരടങ്ങുന്ന 15 അംഗ കമ്മിറ്റി കുട്ടികളിലെ സർഗവാസനകളെ പരിപോഷിപ്പിക്കാൻ ടാലന്റ് സ്കാൻ, ബ്രെയിൻ ബാറ്റിൽ, GK ക്വിസ് തുടങ്ങിയ തനത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഓരോ ചുവടുവെപ്പിലും ഊർജ്ജമായി കൂടെ നിൽക്കുന്ന PTA കമ്മിറ്റി അംഗങ്ങൾക്കും രക്ഷിതാക്കൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ വർഷം ജൂൺ 2-ന് പ്രവേശനോത്സവം ഭംഗിയായി നടത്തുകയും പുതിയ കുട്ടികളെയും രക്ഷിതാക്കളെയും സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ സ്കൂൾ പൂന്തോട്ടം കുട്ടികളുടെ പങ്കാളിത്തത്തോടെ വിപുലമാക്കി. വായന മാസാചരണത്തോടനുബന്ധിച്ച് സ്കിറ്റ്, റീഡേഴ്സ് തിയേറ്റർ, ക്വിസ്, വായനാ മത്സരം, രക്ഷിതാക്കൾക്ക് കവർ പേജ് നിർമ്മാണ മത്സരം തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കൂടാതെ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം ജില്ലാ കോർഡിനേറ്റർ ശ്രീമതി P ഇന്ദിരാ ദേവി നിർവഹിച്ചു. പ്രശസ്ത കലാകാരൻ ശ്രീ മണികണ്ഠൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ശില്പശാലയും സംഘടിപ്പിച്ചു. സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് സാമഗ്രികളുടെ സഹായത്തോടെ ജനാധിപത്യ രീതിയിൽ കുട്ടികളുടെ നേതൃത്വത്തിൽ നടന്നു. 4C ക്ലാസ്സിലെ ഇസ CP സ്കൂൾ ലീഡറായും 4B ക്ലാസ്സിലെ ഇനാറ P ഡെപ്യൂട്ടി ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു. ബഷീർ ദിനത്തിൽ നടത്തിയ ബഷീർ കൃതികൾ എന്ന ദൃശ്യാവിഷ്കാരത്തിലെ ബഷീറിന്റെ മൊഞ്ചത്തികൾ കുട്ടികളിൽ കൗതുകവും താല്പര്യവും ജനിപ്പിച്ചു. സ്വാതന്ത്ര്യദിനം, ശിശുദിനം എന്നീ ദിവസങ്ങളിലെ പ്രത്യേക അസംബ്ലി കുട്ടികൾക്ക് ആസ്വദിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന രീതിയിൽ ആഘോഷിച്ചു. നിരവധി പരിപാടികൾ സ്കൂൾ അങ്കണത്തിൽ അരങ്ങേറി. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. 4C ക്ലാസ്സിലെ അയാൻ മാവേലിയായി വേഷമണിഞ്ഞത് ഏവരിലും കൗതുകമുണർത്തി. കരോക്കെ ഗാനങ്ങളുടെ അകമ്പടിയോടെ മെഹന്തി ഫെസ്റ്റ് 2K25 ആഘോഷിച്ചു. ചാന്ദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി റോക്കറ്റ് പ്രദർശനം, പതിപ്പ് നിർമ്മാണം എന്നിവ ഏറെ ശ്രദ്ധേയമായി. മഴവിൽ അഴകോടെ ഓരോ കുരുന്നുകളും ഓരോ നിറങ്ങളായി മാറിയപ്പോൾ അറിവിനൊപ്പം ആനന്ദവും പൂത്തുലഞ്ഞ IOLPSന്റെ പ്രീ പ്രൈമറി വിഭാഗം നടത്തിയ റെയിൻബോ 2K25 കളേഴ്സ് ഡേ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി. മാസ്ക് ഡേ, റെയിനി ഡേ, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ഡേ തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച കിഡ്സ് വിന്നർ ടാലന്റ് എക്സാമിൽ സ്കൂളിന് ഉന്നത വിജയം കൈവരിക്കാനായി. 93ഓളം കുട്ടികൾ റാങ്ക് ജേതാക്കളായി. സംസ്ഥാന തലത്തിൽ പരിഗണിക്കപ്പെട്ട സ്കൂളുകളുടെ കൂട്ടത്തിൽ കിഡ്സ് വിന്നറിന്റെ എക്സലന്റ് അവാർഡ് സെലക്ഷനിലേക്ക് നമ്മുടെ വിദ്യാലയം തെരഞ്ഞെടുക്കപ്പെട്ട വിവരം സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. സ്കൂൾ കലാമേള, ശാസ്ത്രമേള, കായികമേള എന്നിവ വിപുലമായി നടത്തിയതോടൊപ്പം പ്രീ പ്രൈമറി വിഭാഗത്തിന് പ്രത്യേകം കലാകായികമേള സംഘടിപ്പിച്ചു. സബ് ജില്ലാ ശാസ്ത്രമേളയിൽ തുടർച്ചയായി 2ാം തവണയും ഓവറോൾ ചാമ്പ്യന്മാരാവുകയും
പഞ്ചായത്ത് കലാമേളയിലും സബ് ജില്ലാ കലാമേളയിലും ഉന്നത വിജയം കൈവരിക്കാൻ സാധിച്ചതും IOLPSന്റെ യശസ്സ് വാനോളം ഉയർത്തി. 2 വർഷങ്ങളിലായി നടത്തിവരുന്ന സ്കൂളിന്റെ തനത് പ്രവർത്തനമായ അപ്ഗ്രേഡ് പദ്ധതി വേറിട്ട പ്രവർത്തനങ്ങളാൽ വിപുലമാക്കി. ഒരു ടീച്ചർക്ക് ഒരു കുട്ടി എന്ന നിലയിൽ പ്രത്യേക മൊഡ്യൂളുകൾ തയ്യാറാക്കി മലയാളം, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലെ അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവ കൃത്യമായി ഉറപ്പിക്കുന്നതിനും പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുമായി ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. കുട്ടികളിൽ സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുക, അച്ചടക്കം, നേതൃത്വ ഗുണം, ഗുണാത്മക മനോഭാവം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് 2 വർഷങ്ങളിലായി JRC യൂണിറ്റ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. രക്ഷാകർതൃബന്ധം ദൃഢമാക്കുന്നതിനും കുട്ടികളുടെ പഠന നിലവാരം ചർച്ച ചെയ്യുന്നതിനുമായി മാസം തോറും CPTA-കൾ സംഘടിപ്പിച്ചു വരുന്നു. പരീക്ഷയെക്കുറിച്ചുള്ള രക്ഷിതാക്കളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അധ്യാപകർ തയ്യാറാക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ CPTA-യിൽ വിതരണം ചെയ്യുകയും വിശകലനം നടത്തുകയും ചെയ്തു. സ്കൂളുകളിൽ നടത്തുന്ന FLS, LSS, USS തുടങ്ങിയ പരീക്ഷകളെ നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് കുട്ടികൾക്കുള്ള ക്വാളിറ്റി അഷുറൻസ് പദ്ധതിയായ ടാലന്റ് സ്കാൻ പരീക്ഷ 1 മുതൽ 4 വരെ ക്ലാസുകൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ഓരോ ക്ലാസ്സിൽ നിന്നും 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർക്കും 80% കൂടുതൽ മാർക്ക് ലഭിച്ചവർക്കും ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും മൊമെന്റോയും നൽകി ആദരിച്ചു. ഇത് സ്കൂളിന്റെ വിജയകരമായ മറ്റൊരു തനത് പദ്ധതിയായിരുന്നു. അറിവിന്റെ ചക്രവാളങ്ങൾ തേടുന്ന കുരുന്നുകൾക്കായി GK ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബ്രെയിൻ ബാറ്റിൽ GK ക്വിസ് മത്സരം നടത്തിവരുന്നു. വിജ്ഞാനത്തിന്റെ നവലോകം കീഴടക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ മാസവും അറിവിന്റെ മാറ്റുരച്ച് 1, 2, 3 സ്ഥാനങ്ങൾ കൈവരിച്ചവരെ അസംബ്ലിയിൽ വെച്ച് ആദരിച്ചു. വർഷാവസാനം മെഗാ ക്വിസ് നടത്തുകയും ചെയ്തു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 9 LSS നേടുവാൻ നമുക്ക് സാധിച്ചു. ഈ വർഷം LSS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് ഉന്നത വിജയം കൈവരിക്കാനായി കുട്ടികളെ അധ്യാപകർ സജ്ജരാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠനം ഒരു അനുഭവമാക്കി മാറ്റാൻ ക്ലാസ് അടിസ്ഥാനത്തിൽ ഫീൽഡ് ട്രിപ്പുകൾ നടത്തി. KG ക്ലാസ്സുകാർക്ക് പഴമയിലേക്കൊരു യാത്ര മേപ്പാടം വയലേലകളിലേക്കും, 1ാം ക്ലാസ്സുകാർ ചിത്രശലഭങ്ങളെ കുറിച്ചറിയാൻ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്കും, 2ാം ക്ലാസ്സുകാർ നാടിനെ അറിയാൻ കട്ടച്ചിറ വയലിലേക്കും, 3ാം ക്ലാസ്സുകാർ കലകളെ കുറിച്ചറിയാൻ തൃശൂർ കലാമണ്ഡലത്തിലേക്കും, 4ാം ക്ലാസ്സുകാർ തിരുവാലി ഫയർ സ്റ്റേഷനിലേക്കും ഫീൽഡ് ട്രിപ്പുകൾ സംഘടിപ്പിച്ചു. ഫ്ലെയിം 2K25 എന്ന പേരിൽ IOLPS എടവണ്ണയുടെ ഇംഗ്ലീഷ് ഫെസ്റ്റ് 4 വേദികളിലായി വളരെ ഗംഭീരമായി നടന്നു. ഓരോ ക്ലാസ്സുകാർക്കും പ്രത്യേക മത്സരങ്ങളാണ് നടത്തിയത്. കുട്ടികളിൽ ഇംഗ്ലീഷ് ഭാഷയുടെ സൃഷ്ടിപരമായ കഴിവുകൾ വളരാനും ചിന്തകൾക്ക് പൊതുജീവൻ നൽകാനും ഇംഗ്ലീഷ് ഫെസ്റ്റ് വേദിയായി. കൂടാതെ അറബിക് ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനായി അറബിക് ഡേ ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് അറബിക് അസംബ്ലി, ക്വിസ്, പ്രസംഗ മത്സരം, കയ്യെഴുത്ത് മത്സരം, മെമ്മറി ടെസ്റ്റ് തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിദ്യാലയവും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിനും കുട്ടികളെ അടുത്തറിഞ്ഞ് കേസ് സ്റ്റഡി നടത്തുന്നതിനുമായി സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും വീടുകളിലേക്ക് ഗൃഹസന്ദർശനം നടത്തി. IOLPSന്റെ ആതിഥേയത്വത്തിൽ 7ാമത് പഞ്ചായത്ത് തല LP സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് പാലോത്ത് ടർഫിൽ വെച്ച് നടത്തി. 9 LP സ്കൂളുകൾ പങ്കെടുത്തു. ടൂർണമെന്റിൽ നമ്മുടെ സ്കൂൾ ചാമ്പ്യന്മാരായി. വരും ദിനങ്ങളിൽ നടത്താനിരിക്കുന്ന അഡ്മിഷൻ ഫെസ്റ്റ്, പഠനോത്സവം, പ്രൈമറി ടാലന്റ് അവാർഡ് സെറിമണി, അംഗൻവാടി കുരുന്നുകളുടെ പ്രകടനങ്ങൾ, പഠനയാത്ര, വാന നിരീക്ഷണം തുടങ്ങിയവ വിദ്യാലയ മുറ്റത്തെ കൂടുതൽ വർണ്ണാഭമാക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. വരും അധ്യയന വർഷം സ്കൂളിനെ കൂടുതൽ മികവിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള നൂതന പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരുന്നു. ഈ മുന്നേറ്റങ്ങൾക്കെല്ലാം കരുത്തായി നിലകൊള്ളുന്ന മാനേജ്മെന്റ്, PTA, സഹപ്രവർത്തകരായ അധ്യാപകർ, അനധ്യാപകർ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ മേധാവികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നാട്ടുകാർ എന്നിവരോടുള്ള കടപ്പാട് സ്നേഹപൂർവ്വം രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ഏവരുടെയും അകമഴിഞ്ഞ സഹകരണം തുടർന്നും ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയോടെ നിലങ്ക 2K26 എന്ന പേരിൽ 2025-26 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട് സവിനയം സമർപ്പിക്കുന്നു.